നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ ആശങ്ക ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും സജീവമാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ വിഷയം ഇടുക്കിയിലും സജീവ ചർച്ചാ വിഷയമായി മാറുമെന്നാണ് കരുതുന്നത്. ഡാമിന്റെ സുരക്ഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആശങ്ക രേഖപ്പെടുത്തുന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ സംഘടനകളുടെ കൂട്ടായ്മയും സമരത്തിന് ഒരുങ്ങുകയാണ്. മുല്ലപ്പെരിയാർ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ നിന്ന് വീണ്ടും സമരം ഒരുങ്ങുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെയാണ് ജനകീയ സംഘടനകളുടെ കൂട്ടായ്മയിൽ സമരം തുടങ്ങുന്നത്. സമരപ്രഖ്യാപനം എന്ന നിലയിൽ ഫെബ്രുവരി 7 ബുധനാഴ്ച വൈകിട്ട് 4 ജാഥ നടക്കും. എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മറൈൻ ഡ്രൈവ് വരെയാണ് യാത്ര. കേരളത്തിന് സുരക്ഷയും ജീവനും വേണം, തമിഴ്നാടിന് വെള്ളവും എന്ന മുദ്രാവാക്യത്തിലാണ് ജാഥ നടക്കുക. അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ ചെയർമാനും പ്രകാശ് ആലുവ കൺവീനറുമായി സമരസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച കേന്ദ്ര ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിലും ആശങ്ക വ്യക്തമാണെന്നാണ് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ കുശിന്ദർ വോറയുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ്. പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം ജലം നൽകാൻ കേരളം തയ്യാറാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ജല കമ്മീഷനെ അറിയിച്ചു. കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം. ഇതിലൂടെ ജനങ്ങൾക്കുള്ള ആശങ്ക നീക്കണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിനാവശ്യമായ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തിനേറെ ആശ്വാസം പകരുന്ന നടപടിയാണ്. ഈ രംഗത്തെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പഠനം എത്രയും വേഗം പൂർത്തിയാക്കി പുതിയ ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണമെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ നിലപാടിനെതിരെ കേരളം നിലപാട് സ്വീകരിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് കേരളം കേന്ദ്ര ജല കമ്മീഷന്റെയും മേൽനോട്ട സമിതിയുടെ നിലപാട് തള്ളിയത്. രാജ്യാന്തര വിദഗ്ധരടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന ആവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ പനീർശെൽവം സർക്കാരിന്റെ ശ്രമത്തെ അപലപിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് മുല്ലപ്പെരിയാറിൽ ഏക പരിഹാര മാർഗമെന്നും തമിഴ്നാടുമായി രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വത്തിന് രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും സമീപകാല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിലവിലെ അണക്കെട്ടിന്റെ അടിവാരത്ത് ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഏക പരിഹാരം എന്നതാണ് എന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതാണ് ഏക പരിഹാരം. കേരളം ഈ അഭിപ്രായം എല്ലാ ബന്ധപ്പെട്ട ഫോറങ്ങളും ഉയർത്തിയിട്ടുള്ളതും തമിഴ്നാടുമായി ഒരു രമ്യമായ പരിഹാര മാർഗത്തിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതുമാണ് എന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.